പ്രൈസ് ദി ലോർഡ്. ഈ നല്ല പ്രഭാതവേളയെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതയാത്രകൾ ദൈവം ചെയ്യുന്ന സകല നന്മകൾക്കായി, സകല ദൈവിക കരുതലുകൾക്കായി ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സജു പി പാഷയെ ഓർക്കുന്നു, പ്രിയ ആൻറ്റിയെ ഓർക്കുന്നു. ഞങ്ങൾക്ക് കർത്താനദാസൻ ഓർപ്പിച്ചതുപോലെ ഒരു കുടുംബം പോലെ പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് സ്നേഹബന്ധം പങ്കിടുവാൻ, ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവം നടത്തിയ വിധങ്ങളും അത്ഭുതങ്ങളും വിടുതലുകളും ആ ദേശത്ത് സാക്ഷീകരിപ്പാനൊക്കെ ദൈവ അവസരം നൽകിയിട്ടുണ്ട്. പ്രത്യേകാൽ പ്രിയ ബാബുച്ചാനെ ഓർക്കുന്നു, അശ്വത ആൻറ്റിയെ ഓർക്കുന്നു. ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു വരാൻ സാധിക്കില്ല, ഡ്യൂട്ടിയിലാണെന്ന്. ഞാൻ കുമളിയിൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോയ സമയത്ത് ഒരുപാട് പ്രതികൂലങ്ങൾ. എൻ്റെ മകൾക്ക് ഏകദേശം 3 ഓപ്പറേഷന് വിധേയനാകേണ്ട വന്നു. എൻ്റെ കൈ ഒടിഞ്ഞ് അത് പൂർണ്ണമായി ഒടിഞ്ഞു മാറി കമ്പിയിടേണ്ടി വന്നു. അത്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ദൈവം എന്നെ അവിടെ നിർത്തി. പ്രത്യേകാൽ പ്രിയ അശ്വതി ആൻറ്റിയുടെ സഹോദരൻ തോമസ് കുട്ടി എന്നറിയപ്പെടുന്ന തോമസ് ചാൻ വളരെ ബലവും ആ കുടുംബം വളരെ ആശ്വാസവും നൽകുവാനിടയായി. എൻ്റെ പിതാവിൻ്റെ സഹോദരി കുടുംബം ഹൂസ്റ്റൺ ഷാരോൺ ചർച്ചിൽ ആരാധിക്കുന്ന പ്രിയ ജസിമാമ ജോസഫ് ചാൻ, അവരും എൻ്റെ കൂടെ കടന്നവരിടയായി. എല്ലാവരെയും ഓർത്ത് ക്രിസ്തീയ വന്ദനങ്ങളെ ഈ ധരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവിധ നന്മകളാൽ സ്വർഗം നിറയ്ക്കട്ടെ. പ്രിയ സജു പിപ്പാഷ ചർച്ചക്കോട് എന്ന പ്രസ്ഥാനത്ത് സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ സുദീർഘമായ സേവനങ്ങൾ അനുഷ്ഠിപ്പാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി വാർത്തെടുപ്പാനൊക്കെ സ്വർഗം കൃപ നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് ഈ സഭയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിന് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ ഉപ്പാപ്പൻ 42-ാം വയസ്സിൽ മരുന്നെടുക്കാതെ കർത്താവിന് വേണ്ടി നിന്ന് ഈ ലോകത്ത് നിന്ന് വേർപെടാൻ ഇടയായി തീർന്നു. എൻ്റെ 2 സഹോദരൻ അവർ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. എങ്കിലും സ്വർഗം നിർത്തിയിരിക്കുന്ന വിധങ്ങൾക്ക് സ്തോത്രം. ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി പോരുകളും വിശ്വാസ ജീവിതത്തിൽ നേരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. എങ്കിലും കൃപയാൽ ദൈവം നിർത്തി. പന്തളത്ത് പ്രദേശത്ത് ചർച്ചകോടിൻ്റെ സഭ ആരംഭിക്കുവാൻ, അത് ഏകദേശം 10-18 സഭകളായി വളരുവാൻ, കർത്താവിന് വേണ്ടി അനേകരെ രക്ഷയിലേക്കും വിടുതലിലേക്കും ദുരാത്മാവിനാൽ പിടിക്കപ്പെട്ട അനേകരെ അതിൽ നിന്ന് മോചിതരാക്കുവാൻ, ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഒരുക്കുവാനൊക്കെ സ്വർഗ്ഗം ഉപയോഗിച്ച വിധങ്ങൾക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആ മുഖങ്ങൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമയം ചുരുക്കമാണല്ലോ. ഇന്ന് പകൽക്കാലം ദൈവവചന ചിന്തയ്ക്കായി ദ ബുക്ക് ഓഫ് ജൂഡ് ചാപ്റ്റർ 1 വേഴ്സ് 24, യൂദയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. മതി. നല്ല ദൈവവചനത്തെ ഓർത്ത്, ശബ്ദത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായ യൂദയാൽ എഴുതപ്പെട്ട ലേഖനമാണ് യൂദയുടെ ലേഖനം. ശക്തമായ ഒരു താക്കീതും ശക്തമായ ഒരു ദൈവവചന ചിന്തയുമാണ് യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു ഡോക്സോളജിയാണ്, ആശീർവാദ പ്രയോഗങ്ങളാണ് യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ യൂദയുടെ ലേഖനത്തിൻ്റെ അതിപ്രാധാന്യമേറിയ ഘടകം വിശുദ്ധ ബൈബിളിലെ 66 പുസ്തകങ്ങളും ഒറ്റ അധ്യായത്തിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു പുസ്തകമാണ് യൂദയുടെ ലേഖനം. ഈ ലേഖനം ഒരു വാണിംഗ് ആണ്, ഒരു ആഹ്വാനമാണ്. ദൈവസഭകൾക്ക് ദൈവം നൽകുന്ന ഒരു ബുദ്ധിയുപദേശമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി എന്ത് ചെയ്യണം? പോരാടുക എന്ന പ്രയോഗം. അപ്പോൾ യൂദയുടെ ലേഖനം നമുക്ക് നൽകുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇത് പോരാടേണ്ടതാണ്. എവിടെ വരെ പോരാടണം? പ്രിയ സജുപാസ് ഞാൻ അമേരിക്കയിൽ വന്ന് ഏകദേശം 1.5 മാസമായി. ഇതുവരെ ഫ്ലെക്സിബിളായ മെസ്സേജുകളാണ് ഞാൻ മൊത്തം കേട്ടത്. എന്ന് വെച്ചാൽ നിലനിൽപ്പിൻ്റെ പ്രസംഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആർജവത്തോടെ, ദൈവകൃപയോടെ, ആത്മികമായ പൈതൃകത്തിൽ ദൈവകൃപയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ അഭിഷേകത്തിന് കൊടുത്ത നല്ല ആത്മിക ദർശനത്തിന് സ്തോത്രം. ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. ഈ നാടുകളിൽ ഇങ്ങനെയുള്ളവരെയാണ് സഭകൾക്ക് ആവശ്യം. ദൈവം തന്റെ ദാസനെ ഉപയോഗിക്കട്ടെ. നാം വായിക്കുന്ന പ്രയോഗം ഇതൊരു പോരാട്ടമാണ്. വിശ്വാസ ജീവിതം ഒരു പോരാട്ടമാണ്. എതിരുകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ പോരാടി ജയിച്ച ഒരു വലിയ ഗണത്തെയാണ് വിശുദ്ധ ബൈബിൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഒരിക്കൽ ഒരു പിതാവും തന്റെ മകളും കാറിൽ സഞ്ചരിക്കുകയാണ്. അവർ കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ വലിയ മഴയുണ്ടാകുന്നു, ശക്തമായ മഴ. അവർക്ക് വാഹനം മുന്നോട്ട് ഓടിക്കാൻ കഴിയാത്ത നിലയിൽ മഴ ശക്തമാവുകയാണ്. ആ മകൾ പിതാവിനോട് പറഞ്ഞു, പപ്പ
18 വീല് വരെയുള്ള വാഹനങ്ങളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്യുകയാ. ഒരു കാരണവശാലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കാൻ പോകുകയാ. പിതാവിന്റെ മറുപടി, ഒരു കാരണവശാലും വണ്ടി നിർത്തരുത്, മുന്നോട്ട് തന്നെ യാത്ര തുടരുക. വണ്ടി പിന്നെ മുന്നോട്ട് പോകുമ്പോൾ മഴ ശക്തമാണ്. ഈ മകള് പറഞ്ഞു, എനിക്ക് ഓടിക്കാൻ പറ്റില്ല, സൈഡിൽ ഒതുക്കാൻ പോകുകയാ. പിതാവിന്റെ മറുപടി, ഒരു കാരണവശാലും വാഹനം നിർത്തരുത്, മുന്നോട്ട് തന്നെ പോകുക. ചില മൈലുകൾ മുന്നോട്ട് പോയപ്പോൾ മഴ നിന്നു, തെളിഞ്ഞ ആകാശം വിടർന്നു, സന്തോഷത്തോടെ അവർ യാത്ര ചെയ്തു. ഈ പിതാവ് ഈ മകളോട് അടുത്ത വാചകം പറഞ്ഞു, ഇനി നമുക്ക് വണ്ടി അല്പനേരം സൈഡിൽ ഒതുക്കാം. ഈ മകൾ ഒരു ചോദ്യം ചോദിച്ചു, പപ്പ, ഇത്രയും നേരം വണ്ടി ഓടിച്ചിട്ടും മഴയും കാറ്റും കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടും വണ്ടി നിർത്തണ്ട എന്ന് പറഞ്ഞ പപ്പ ഇപ്പൊ എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞത്? ആ പിതാവിന്റെ മറുപടി ശ്രദ്ധേയമാണ്. മകളെ, കാറ്റും കടലും കണ്ട് പേടിച്ച് ഒത്തിരി പേര്, പ്രതികൂലത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ഒത്തിരി പേര്, 18 വീലുള്ള വാഹനങ്ങൾ വരെ ഇപ്പോഴും ആ മഴയ്ക്കകത്ത് കിടക്കുക. എന്നാൽ നമ്മൾ അതിനെ അതിജീവിച്ച് പുറത്തു വന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസ ജീവിതം അതിജീവനത്തിന്റെ മാർഗമാകട്ടോ. നമ്മളെ പിതാക്കന്മാർ, മാലാക്കൾ പോരാടി വിജയിച്ചൊരു മാർഗമാണ്. ഇതിനു വേണ്ടി രക്തം ചൊരിഞ്ഞ ഒത്തിരി പേരുണ്ട്, ഇതിനു വേണ്ടി വില കൊടുത്തിയ ഒത്തിരി പേരുണ്ട്, ചോര നീരാക്കിയ ഒത്തിരി പേരുണ്ട്. രക്തത്തിൽ വാർത്തെടുത്ത പ്രസ്ഥാനമാണ് പെന്തക്കോസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം. അതുകൊണ്ട് ഇതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല, ഇതിനെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. അന്ത്യശ്വാസം വരെ പടചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് ഒരു ജീവനക്കാരന് ദൈവ പൈതലിന് ആവശ്യമുള്ളത്. ദൈവജനം ആഹ്വാനം ചെയ്യുന്നത് നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, പടചേർത്തവനെ പ്രസാദിപ്പിക്കുക. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എങ്കിലും അടുത്ത പ്രയോഗം ദൈവജനം പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ, those who do the favor of God, he will stay forever. ഇന്നും പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്റെ നിലനിൽപ്പ് എന്റെ പൊയ്ക്കീശയിലെ കാശിലാകരുത്, എന്റെ നിലനിൽപ്പ് എനിക്ക് ലഭ്യമായ സൗകര്യങ്ങളിലാകരുത്, എന്റെ നിലനിൽപ്പ് ദൈവവചനത്തിലാകട്ടെ. ഈ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ കാറ്റടിച്ചേക്കാം, കടലുകളെതിരായേക്കാം, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചേക്കാം, എങ്കിലും നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. യേശു ശിഷ്യന്മാരോട് ഉപമ പറയുന്നത് പോലെ, ബുദ്ധിമാനായ മനുഷ്യൻ പാറമേൽ ഭവനം പണിഞ്ഞതുപോലെ വിശ്വാസ ജീവിതം ഒരു പോർക്കളമാണ്. ഇത് പാറമേൽ പണിയപ്പെടുന്ന ഒരു ഭവനമാണ്. കാറ്റടിക്കും, ഓളങ്ങളും തിരമാലകളും എതിരാകും. പലരും പറയും അത് മുങ്ങാൻ പോകുകയാ, അതിനെ ഭൂമിയുടെ പരപ്പിൽ കാണുകയില്ല. എന്നാൽ ഇന്ന് പകൽ നമുക്കൊരു സാക്ഷ്യം പറയാൻ കഴിയും. എന്നെ നിലനിർത്തിയ കൃപയോർത്ത് എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? എന്നെ ഇതുവരെ നടത്തിയ കൃപയോർത്ത് എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ഇതെന്റെ മിടുക്കോ കഴിവോ സാമർഥ്യമോ സൗന്ദര്യമോ ഒന്നുമേ അല്ല, എന്നെ നിലനിർത്തിയ കൃപയാണ്, എന്നെ ഇതുവരെ കൊണ്ടുവന്ന ആ കൃപ. സ്തോത്രം. ലേഖനം 24 വാക്യത്തിലെ പ്രധാനപ്പെട്ട 4 പ്രസംഗ വിഷയങ്ങളുണ്ട്, 4 പ്രധാന ചിന്തകളുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇന്ന് പകൽ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും മൂലപ്രയോഗമേറിയ 1-2 ചിന്തകൾ ഓർപ്പിച്ച്, ഒന്നാമത്തെ ചിന്ത മാത്രം ഓർപ്പിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അതിന്റെ ഇംഗ്ലീഷ് പ്രയോഗം ഒന്നുകൂടെ അർത്ഥവത്താണ്. Now to whom who is able to keep you from falling. ആരെയാ ഞാൻ ആരാധിക്കുന്നത്? വീഴാതെ വണ്ണം എന്നെ നിലനിർത്തുന്നവനാ. ആരാ വീഴാതെ എന്നെ നിലനിർത്തുന്നത്? ഇംഗ്ലീഷ് പ്രയോഗം പറയുന്നത് now unto him that is able to keep you. എന്നെ കാക്കുവാൻ മാത്രമല്ല, എന്നെ കരുതുവാൻ എന്റെ ദൈവം കഴിവുള്ളവനാണ്. എത്ര പേർ ഇന്ന് പകൽ എന്റെ കൂടെ ഉണ്ട്? ഇന്ന് പകൽ കഴിവില്ലാത്ത ഒരു ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്. പ്രതികൂലങ്ങളുടെ നടുവിൽ സോറി പറയുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ സ്നേഹിക്കുന്നത്. ഇന്ന് പകൽ എന്റെ ദൈവത്തെ കുറിച്ചുള്ള എനിക്ക് ഏറ്റവും ആഴമേറിയ ബന്ധം എന്റെ പപ്പായും എന്റെ മമ്മിയും എന്റെ സഹോദരങ്ങളും എന്റെ കൂട്ടുകാരും ഞാനും ഒക്കെ സോറി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ എന്റെ കർത്താവിനോട് സോറി പറഞ്ഞിട്ടില്ല. എന്താ കാര്യം? അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ അറിയാതെ ഒരു കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകയില്ല. തലയിലെ രോമം കൊഴിയണമെങ്കിൽ അവൻ അറിയുന്നു, എന്റെ പാതകൾ അവൻ അറിയുന്നു. എന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ എന്നെ കാക്കുവാൻ ആ ദൈവം അറിയുന്നെങ്കിൽ ഇന്ന് പകൽ തന്റെ ഇടത്തോടെ നമുക്ക് ഒരു കാര്യം പറയാൻ കഴിയും, മൈ ഗോഡ് ഈസ് ഏബിൾ. എന്റെ ദൈവം കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഭക്തൻ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ആരെയാണ് ഞാൻ ആരാധിക്കുന്നത്? എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ വിട്ടുതരാൻ മനസ്സ് കാണിച്ച ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ ദൈവം എന്നോട് പറയുന്ന പ്രഖ്യാപിതമേറിയ പ്രയോഗം, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ജീവിതത്തിൽ നേരിടുന്ന ഒരു കാറ്റിലും നിന്നെ മുക്കാൻ കഴിയുകയില്ല. ഈ
ഇയ്യോബിനോട് കർത്താവ് കൊടുക്കുന്ന ഒരു പ്രയോഗമുണ്ട്. കടലിനൊരു അതിരിടുന്ന ദൈവം പറയുകയാണ്, കടലിനും മണൽ അതിരിട്ടവൻ പറയുന്നു, ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറം കടക്കരുത്. കടലിനോട് നിയമിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ എന്റെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏതൊരു അവസ്ഥയുടെ നടുവിലും എന്റെ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ എന്റെ മേൽ നിറവേറുകയുള്ളൂ. എന്റെ ദൈവം കഴിവുള്ളവനാണ്. എന്റെ ദൈവം കഴിവുള്ളവനാണ്. എവിടെയാണ് ദൈവം കഴിവുള്ളവൻ? എന്തിനാണ് ദൈവം കഴിവുള്ളവൻ? 37-ാം സങ്കീർത്തനം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ഇന്ന് പകൽ എന്റെ വഴിയിൽ ആര് പ്രസാദിക്കണം? ഇന്ന് അല്പം മുമ്പ് നമ്മൾ കേട്ടതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ഏകാഗ്രമേറിയ ഒരു ചിന്തയുണ്ടെങ്കിൽ, ഒന്നായി നാം നിൽക്കുകയാണെങ്കിൽ, ഒന്നിച്ച് നാം പടപൊരുതുകയാണെങ്കിൽ നമുക്ക് മുമ്പിൽ തോൽക്കാത്ത ശക്തികളൊന്നുമില്ല. നമുക്ക് നേരെ വെല്ലുവിളിക്കുന്ന ശക്തി എത്ര ശക്തനാണെങ്കിലും, എത്ര ഉയർന്നവനാണെങ്കിലും, എത്ര ബലശാലിയാണെങ്കിലും ഇന്ന് നമുക്ക് പറയാൻ കഴിയട്ടെ, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നു. തിരുവചനം കൊടുക്കുന്ന ഒരു പ്രയോഗം 2 ദിനവൃത്താന്തങ്ങൾ 14-ാം അധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട്. 10-ാം വാക്യത്തിൽ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാ, മറ്റൊന്നുമല്ല. ദൈവത്തിന് പ്രസാദമുള്ള ചെയ്ത ഭക്തൻ, ദൈവഹിതപ്രകാരം ഓടിയ ഭക്തൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കേട്ടോ. തന്റെ പ്രാർത്ഥന മറ്റൊന്നുമല്ല. കൂശ്യ സൈന്യം തനിക്ക് നേരെ യുദ്ധത്തിന് നിൽക്കുക. അവരൊക്കെ അടിനിരന്ന് 10 ലക്ഷം വരുന്ന ജനം, 300-ൽ പരം രഥങ്ങൾ. എന്ത് ചെയ്യണമെന്നറിയാതെ ഭക്തനായ ആസ ദൈവസന്നിധി മുട്ടുമടക്കി ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ എനിക്കൊരുവനെ അറിയാം. എന്റെ ആവശ്യത്തിന് മുമ്പിൽ ആകാശം കീറി വരുന്ന ഒരുവൻ. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരാ എന്നെ വീഴാതെ സൂക്ഷിക്കുന്നത്? ആരാണ് ഏബിളായിട്ടുള്ളത്? എനിക്ക് വേണ്ടി ആകാശം ചായ്ക്കുന്ന ഒരുവനെയാണ് ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നത്. ഭക്തന്റെ പ്രാർത്ഥന, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ എന്റെ ജീവിത അവസ്ഥകളിൽ എനിക്കാരും തുണ നിൽക്കാനില്ലെങ്കിലും, എന്റെ പക്ഷത്താരുമില്ലെങ്കിലും ഇന്ന് പകൽ തന്റെ അടുത്തോട് എനിക്കൊരു കാര്യം പറയാൻ കഴിയും. എന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ആകാശം ചലിപ്പിക്കാൻ അധികാരമുള്ള ഒരുവനെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. ആസയുടെ പ്രാർത്ഥന, കർത്താവേ, അങ്ങൊന്ന് ഇറങ്ങിയേ പറ്റൂ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ വരണം, നീ വരണം, നീ വരണം. ഇന്ന് പകൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, I am not able but my God is able. എനിക്ക് കഴിവില്ല കർത്താവേ, എന്നാൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ദൈവമുഖം തേടുന്ന എന്റെ ദൈവത്തിന് കഴിവുണ്ട്. എന്തിന് കഴിവുണ്ടെന്നറിയാമോ? ആ ദിവസം വരെ എന്നെ കാക്കുവാൻ അവൻ ശക്തനാണ്. യെരമ്യാവ് പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു കേട്ടോ. പലരും എന്റെ മുമ്പിൽ മുഖം തിരിച്ചു. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കത്തില്ലെന്ന് വാക്ക് തന്ന ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഈ ലോകത്തിൽ നേരിടുന്ന ഏതൊരു സാഹചര്യത്തിൽ നടുവിലും ഭക്തൻ പറയുന്ന ഒരു പ്രയോഗമാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് ആസയുടെ പ്രാർത്ഥന, കർത്താവേ, നീ സഹായിക്കണം. ആ വാക്യത്തിന്റെ അവസാനം കാണുന്നു, യഹോവയിൽ നിന്നൊരു ഭീതി അവർക്കുണ്ടായി. യുദ്ധം കൊണ്ടല്ല, വാളുകൊണ്ടും പരിചയ കൊണ്ടുമല്ല യുദ്ധം ജയിച്ചത്, പ്രാർത്ഥന കൊണ്ട് ജയിച്ച ഒരു യുദ്ധം. വീഴാതെ നിൽക്കുവാൻ ഭക്തൻ പാടുന്നത് പോലെ വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്റെ പ്രാണനായകനെ. ഈ മരുവാസം ഞാൻ ചെയ്യുവാൻ, ഈ യാത്രകളിൽ വീഴാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം കൂടിയേ തീരൂ. ആ ദൈവിക സഹായം ഒരു ഭക്തന്റെ മേലുണ്ടെങ്കിൽ അവൻ താളടിയാകാൻ ദൈവം സമ്മതിക്കുകയില്ല. ശത്രുവിന്റെ ഇഷ്ടത്തിന് അവനെ വിട്ടുകൊടുക്കുകയില്ല. ദൈവഹിതത്തിന്റെ പൂർത്തീകരണം വെളിപ്പെടുന്നിടം വരെ ആ ഭദ്രതയുടെ ചിറകിന്റെ മറവിൽ, ശ്രേഷ്ഠതയുടെ മറവിൽ മറച്ച് അവിടെ എത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. യഹോവയിൽ ഒരു ഭീതി കൂശർക്കുണ്ടായി. അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയെന്നല്ല, ഇവിടെ ഭക്തൻ ഉണർന്നു നിൽക്കുമ്പോൾ അമ്പിനും വില്ലിനും യുദ്ധത്തിനും മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നവർ കിടന്നുറങ്ങിയെന്നല്ല, ഉറങ്ങിയവന്റെ ഉറക്കത്തെ ദൈവം കിടത്തി. കിടന്നിടത്തു നമ്മൾ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഹലോ, നിങ്ങൾ എന്നോടുണ്ടോ? അവൻ ഓടി ഓട്ടത്തിന് ആസയോട് ദൈവം പറയാ, നീ ഇരിക്കരുത്, നീ എഴുന്നേക്കാസേ, നീ അവന്റെ പുറകെ പോ, ഒരുത്തനെ ശേഷിപ്പിക്കാതെ ചെല്ല്. ആസ ചോദിച്ചില്ല, ദൈവമേ, അവന്റെ കൈ കുന്തവും വാളുകൊണ്ട്. ദൈവത്തിന്റെ മറുപടി, അവന്റെ രഥങ്ങളെയും കുതിരകളെയും തീക്കകത്തിട്ട് ചുട്ടുകളയുന്ന ദൈവം പറയുകയാണ്. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, എന്നാൽ വീഴാതെ നിൽക്കുന്ന ഭക്തൻ പറഞ്ഞു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. വീണവരുടെ നടുവിൽ, തളർന്നവരുടെ നടുവിൽ, പതറിയവരുടെ നടുവിൽ ഇന്ന് മകൻ നമുക്ക് തന്റെ ഇടത്തോടെ പറയാൻ കഴിയട്ടെ, കുനിഞ്ഞു വീണ ഒത്തിരി പേരുണ്ട്, തകർന്നു പോയ ഒത്തിരി പേരുണ്ട്. ഇന്നും ഞാൻ
അതുകൊണ്ട് ആ ഭക്തൻ വിളിച്ചു പറയുന്നത്, യഹോവയിലേക്ക് നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല, അവങ്കലേക്ക് നോക്കിയവരുടെ മുഖം എന്ത് ചെയ്തില്ല. ഇന്ന് പകൽ വീഴാതെ നിൽക്കണമെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല. ആ മുഖത്തേക്കൊന്ന് നോക്കാം. എന്റെ ദൃഷ്ടി ഏകാഗ്രമായി കേന്ദ്രീകരിക്കട്ടെ. അതാണ് എബ്രായലേഖനം 12:1 വായിക്കുന്നത്. ഇതാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വീഴാതെ നിൽക്കുന്ന ഭക്ത, നിന്റെ ഓട്ടം സ്ഥിരമാകട്ടെ, നിന്റെ ഓട്ടം നേരെയാകട്ടെ, ദൈവഹിതപ്രകാരമാകട്ടെ, ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഓടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. റോമലേഖനം 8:31 നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്. റോമലേഖനം 8:31. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നു? നമുക്കൊന്നും പറയാമോ? എനിക്കൊരു മറുത്തരം പറയാനില്ല. ദൈവം എനിക്ക് അനുകൂലമാണ്. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, എനിക്കൊരു ധൈര്യം ഉണ്ടാകട്ടെ. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഞാൻ കടന്നു പോകുന്ന ഏതൊരവസ്ഥകളിലും, ലോകം എനിക്ക് അനുകൂലമല്ലെങ്കിലും, ലോകം എനിക്ക് അനുകൂലമല്ലെങ്കിലും, സാഹചര്യം എനിക്ക് അനുകൂലമല്ലെങ്കിലും, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ആ ദൈവത്തിന്റെ പൊൻകരത്തിലേക്ക് നോക്കി, ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ഭക്തൻ പറയും, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, യോഹന്നാൻ 10:29-30 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ആരെയാ ഞാൻ സേവിക്കുന്നേ? വീഴാതെ നിൽക്കുന്ന ഭക്തൻ ആരെയാ സേവിക്കുന്നേ? എന്തുകൊണ്ടാ? പ്രിയ സജുപി പാസ്റ്റർ വൈഫ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ, രോഗത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. എന്തുകൊണ്ട് വീഴാതെ നിൽക്കുന്നു? ഒറ്റ സാക്ഷ്യമേ ഉള്ളൂ. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ്. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് പറയാൻ കഴിയുമോ? എല്ലാവരിലും വലിയവൻ, എന്റെ രോഗത്തെക്കാൾ വലിയവൻ, എന്റെ ശാരീരിക അസ്വസ്ഥതകളെക്കാൾ വലിയവൻ, എന്റെ ജീവിതാവസ്ഥയെക്കാൾ വലിയൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണേ. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ പിതാവിന്റെ കയ്യിൽ നിന്നും, യോഹന്നാൻ 10:30 വാക്യത്തിൽ പറയുന്നു, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽ തട്ടിപ്പറിക്കാൻ ഒത്തിരി പേര് നിൽക്കുമ്പോൾ 29 വാക്യത്തിൽ പലരും തട്ടിപ്പറിക്കാൻ നിൽക്കുമ്പോൾ, പലരും പിടിച്ചു പറിക്കാൻ നിൽക്കുമ്പോൾ, ഇന്ന് പകൽ ഇന്നും എന്റെ മൂക്കിൽ ശ്വാസമുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഇന്ന് ഞാൻ നിലനിൽക്കുന്ന ഒറ്റ കാരണമാണ്. പിടിച്ചു പറിക്കാൻ ഒത്തിരി പേര് ശ്രമിച്ചു കേട്ടോ. രോഗം എന്നെ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു, കോവിഡ് എന്നെ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു, ഭൂമിയിൽ പരപ്പിൽ നിന്ന് മൂടിക്കളയുമെന്ന് പലരും എന്നെ നോക്കി വെല്ലുവിളിച്ചു. എന്നാൽ അവരൊക്കെ മണ്ണോട് മണ്ണ് ചേർന്നപ്പോഴും ഇന്ന് ഞാൻ ജീവനോടെ നിന്ന് യഹോവയുടെ നാമത്തെ കീർത്തിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. എന്റെ ദൈവം എനിക്ക് മതിയായവനാണ്. പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല, പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല, തട്ടിപ്പറിക്കാൻ കഴിയുകയില്ല. എത്രയോ പേരെ തട്ടിപ്പറിച്ചൊരു ലോകമാണ്, ഇന്ന് പകൽ ഞങ്ങൾ വകയാറിനടുത്ത് നമ്മൾ പത്രത്തിലും വാർത്തയിലും ഒക്കെ കണ്ടതാണ്. വിവാഹം കഴിഞ്ഞ ഒരാഴ്ചയായി അവർ മാലിദ്വീപ്സിൽ ടൂറിന് പോയി തിരിച്ചു വരികയാണ്. മകളുടെ പിതാവും മകന്റെ പിതാവും അവർ രണ്ടുപേരും കൂടി മക്കളെ സ്വീകരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരികയാണ്. രണ്ട് മക്കൾ, ഭാര്യയും ഭർത്താവും രണ്ടപ്പന്മാരും തിരിച്ചു വരികയാണ്. കോന്നിക്കടുത്ത് വകയാർ ഉറിഞ്ഞിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവർ വാഹനം ഒരു വണ്ടിയുമായിട്ട് ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടായി. അവരുടെ വീട് മല്ലശ്ശേരിയിലാണ്. ഏകദേശം 4 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. എന്നാൽ അവർ വീടോടടുത്തു, എന്നാൽ വീട്ടിലെത്തിയില്ല. അവർ വീടോടടുത്തു, വീട്ടിലെത്തിയില്ല. നമ്മേക്കാൾ ശക്തന്മാരായ പലരും വീടോടടുത്തു, വീട്ടിലെത്താതെ അവർ മണ്ണോട് മണ്ണ് ചേരപ്പെട്ടു. എന്നാൽ ഇന്ന് പകൽ നമുക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. അപ്പന്റെ വീടോടെത്തുന്നിടം വരെ തൃക്കരം നീട്ടി എന്നെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ദൈവം എന്നെ എവിടെ നിന്നൊക്കെ വിടുവിക്കും? ഞാൻ വേഗത്തിന്റെ വാക്കുകളെ ഓടിച്ച് അവസാനിപ്പിക്കട്ടെ. ദൈവം എവിടെ നിന്നൊക്കെ വിടുവിക്കും? 2 തിമോത്തിയോസ് 4:8 ഇങ്ങനെ പറയുന്നു, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് ദൈവരാജ്യത്തിനായി എന്നെ സൂക്ഷിക്കും. എന്തിനാ ദൈവം എന്നെ വിടുവിക്കുന്നത്? ഈ ലോകം കൊണ്ട് തീരാനാണോ? എന്തിനാ ദൈവം എന്നെ വിടുവിച്ചത്? ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പാടാറുള്ള ഒരു പാട്ടിന്റെ വരികളാണ്, ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ച. പണ്ടേ പാടി വെച്ചു, ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മുഴുവൻ
മോഡി വന്ന് വിളിച്ചാലും അങ്ങനെ പാടി, അങ്ങനെ പാടി, മോദി ഗ്ലോറി അല്ല, മോഡിയോട് കൂടെ എന്നെ കൂടെ വന്ന് വിളിച്ചാലും. അടുത്ത വരി കാലം ഇടുകയാണ്. സുന്ദരനാ മനോഹര നിന്നെ വിട്ട് ഈ ലോകയാത്ര പ്രാകൃതരാജാരന്മാരെ വരിക്കുമോ വത്സല? ഈ മണ്ണെ പ്രതി ഞാൻ എന്തോ ചെയ്യത്തില്ല. ഒന്ന് ചെന്ന് പറയാൻ കഴിയുമോ? ഈ മണ്ണെ പ്രതി മാണിക്യത്തെ വിടുകയില്ല. അല്പം മുമ്പ് സജുപ്പ സമർപ്പിച്ചതുപോലെ ഈ ലോകമെല്ലാം മൺകീടങ്ങൾ മാത്രമാ, മൺകട്ട മാത്രമാ. ഈ ലോകത്തിൽ പലരും നമ്മെ മറക്കും, എന്നാൽ മറക്കാത്ത ഒരുവനുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അവന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ദൈവം എല്ലാവരെക്കാളും വലിയവനാണ്. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഓടിച്ച് അവസാനിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. എന്തിനാ ദൈവം എന്നെ വീഴാതെ സൂക്ഷിക്കുന്നത്? എന്തിനാ ദൈവം എന്നെ വീഴാതെ സൂക്ഷിക്കുന്നത്? ഒരു ദിവസം വരാൻ പോകുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ തന്റെ മഹിമാസന്നിധി നിൽക്കേണ്ട ഒരു ദിവസം, പലരെയും നീതിയിലേക്ക് തിരിച്ചവർ ജ്യോതിസുകളെ പോലെ ശോഭിക്കുന്ന ഒരു ദിവസം, പലരും നിത്യലജ്ജയ്ക്കായി എഴുന്നേൽക്കുന്ന ഒരു ദിവസം, തിരുവചനം കൊടുക്കുന്ന ഒരു പ്രയോഗമാണ്. ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ കെണി പോലെ വരാതിരിപ്പാൻ. ഇത് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ഈ ലോകത്ത് നമുക്കെല്ലാം നേടുവാൻ കഴിഞ്ഞു. അമേരിക്ക ഏറ്റവും സെക്യൂർ രാജ്യമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു. എല്ലാം നമുക്കുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ ഈ മണ്ണെ പ്രതി മാണിക്യത്തെ വിടരുത് കേട്ടോ. ഈ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി അപ്പന്റെ രാജ്യത്തെ വിടരുത്. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഞാൻ നേടി എന്നല്ല നേടാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. ഇന്ന് പകൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിനാണ് ദൈവം നമ്മെ വിളിച്ചു തിരിച്ചിരിക്കുന്നത്. ഒത്തിരി പേര് ഓടുന്നുണ്ട്, കാണുന്നു. ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം, അയ്യോ എത്ര ഭയാനകമാണ്. നമ്മേക്കാൾ പോരാടിയ പലരും ഈ പോർക്കളത്തിൽ പട്ടുപോയി, പലരും വീണുപോയി. എന്നാൽ ഞാൻ ഇന്നും നിൽക്കുന്നു. കരുണയാണ്. ഹല്ലേലൂയ. ഭക്തൻ ഇന്ന് പകൽക്കാലം പറയുന്നു. 2 കൊരിന്ത്യർ 11:2 പൗലോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എന്തുണ്ടാകണം? വീഴാതെ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഒരു എരിവുണ്ടാകണം. എന്താ എരിവുണ്ടാകേണ്ടത്? എന്തിനാ എരി ഉണ്ടാകേണ്ടത്? ആ വാക്യം നമ്മൾ ഇട്ടല്ലോ, ഒന്ന് നേരിട്ടൊന്ന് വായിച്ചേ. എന്താ എഴുതിയേക്കുന്നത്? 2 കൊരിന്ത്യർ 11:4 വാക്യത്തിൽ ഞാൻ നിങ്ങളെ കുറിച്ച് 2 കൊരിന്ത്യർ 11:2 ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ, നമുക്ക് എന്തിനെ കുറിച്ച് എരിവുള്ളേ? നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എരിവുള്ളേ? നിങ്ങൾ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 29.5 മിനിറ്റ് എന്തിനെ കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നേ? അറിയില്ലയുടെ നമുക്ക് എന്തിനെ കുറിച്ച് എരിവ് വേണ്ടേ? അര മിനിറ്റ് കൊണ്ട് കർത്താവേ എന്നെ നിർത്തണേ, ബാക്കി കാര്യം മുഴുവൻ നമ്മുടെ ഭൗതികതയെ കുറിച്ച് അല്ലേ പ്രാർത്ഥിക്കുന്നേ? ഇവിടെ നോക്കിയേ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കൂ. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ വീഴാതെ നിൽക്കണമെങ്കിൽ ഞാൻ നിർമ്മലമായി നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഈ ലോക ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു അവസ്ഥകളുടെ നടുവിലും എങ്ങനെ നിൽക്കണം? നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 10 ദ്രഹ്മ കയ്യിലുണ്ടായിരുന്ന ഒരു സഹോദരി തന്റെ കയ്യിലുള്ള ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ താൻ അന്വേഷിച്ച യേശു ഉപമയെ പറയുന്നു. അവൾ വീട്ടുകാരെ വിളിച്ചു, നാട്ടുകാരെ വിളിച്ചു, വിളക്ക് കത്തിച്ചു, കിട്ടുന്നിടം വരെ അന്വേഷിച്ചു. ഇന്ന് പകൽ വിശ്വാസം പോയിരുന്ന ഒരു ലോകത്തിൽ, വിശ്വാസത്തിന് വളരെ തകർച്ചകളും പതർച്ചകളും ഉണ്ടാകുന്ന ഒരു ലോകത്തിൽ ഇന്ന് പകൽ നാം വിശുദ്ധ കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാണെന്ന് നമ്മെ കറ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത ഒരു ദിവസത്തിനായി നമ്മെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിന് അടയ്ക്കാം. പ്രസംഗത്തിന് പാതിഭാഗം പോലും എത്തിയില്ല. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ഒരു ദിവസം, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടക്കാം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്ന ഒരു ദിവസം അതിവിദൂരമല്ല. ആ ദിവസം നിങ്ങൾ കണി പോലെ വരാതിരിപ്പാ. ഭക്തിയോടെ, ഭയത്തോടെ, ദൈവാശ്രയത്തോടെ, വിശുദ്ധിയെ കാത്ത്, നിർമ്മല ഹൃദയത്തോടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ സർവശക്തൻ നമുക്ക് കൃപ നൽകട്ടെ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. വീഴാതെ നിർത്തുന്ന ദൈവകൃപ,
വീഴാതെ നിലംപരിയാകാതെ തകർന്നു പോകാൻ നിർത്തുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പിതാവേ, ആ കൃപ എനിക്കൊന്ന് ആവശ്യമാണ്, ആ സാന്നിധ്യം എനിക്കൊന്ന് ആവശ്യമാണ്, ആ ദൈവകൃപ എനിക്കൊന്ന് ആവശ്യമാണ്. പലരോടും ദൈവിക ആലോചന അറിയിക്കുവാൻ ദൈവാത്മ പ്രേരിപ്പിക്കുന്നെങ്കിൽ സമയത്ത് ഞാൻ ഭയക്കുന്നു, എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ശേഷം പ്രാർത്ഥിക്കാനുള്ളവർ അടുത്ത് വന്നാൽ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. പ്രിയ ദൈവമക്കളെ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് എന്തിനാ നിർത്തിയിരിക്കുന്നത്? തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരാ യൂദ കൊടുക്കുന്ന അടുത്ത പ്രയോഗമാണ്. ആനന്ദത്തോടെ, വിത്ത് എ സ്മൈലിംഗ് ഓൺ അവർ ഫേസ്, ചിരിച്ച മുഖത്തോടെ നിൽക്കേണ്ട ഒരു ദിവസം. നമുക്ക് കെണി പോലെയാണെങ്കിൽ പലരെയും രീതിയിലേക്ക് തിരിച്ചവർ ജോത്സുകളെ പോലെ ശോഭിക്കുമ്പോൾ തലമുനിക്കാൻ ഇടവരരുതേ. നമ്മളിവിടെ പാടി പ്രാർത്ഥിച്ചു, നമ്മൾ ചെലവാക്കപ്പെട്ടു. എന്നാൽ ആ ദിവസം കണി പോലെ വരാതിരിപ്പാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിക്കാൻ. കർത്താവേ, അങ്ങനെ ഹിതം ചെയ്യുവാൻ, ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ആ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം എന്ന് വെച്ചാൽ ദൈവദാസന് നന്ദി. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഒരു സന്ധ്യ